പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ്. നമ്മുടെ തൊമ്മുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. ഞാനും ചാനും തൊമ്മുക്കുട്ടനും ഞങ്ങൾ 3 പേരും കൂടി. തൊമ്മൊരു ഹായ് പറഞ്ഞേ. തൊമ്മ ഭയങ്കര ത്രില്ഡാണ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്കോട്ട്ലൻഡിലേക്കാണ്. നമ്മുടെ ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് 4 hours ഉള്ളൂ സ്കോട്ട്ലൻഡിലേക്ക്. നമുക്ക് ഡ്രൈവാണ്, നമ്മുടെ വണ്ടി കൊണ്ടാണ് പോകുന്നത്. ഏകദേശം ഇപ്പോൾ ഇവിടെ രാവിലെ 5:30 കഴിഞ്ഞു. സമ്മർ ആയതുകൊണ്ട് നല്ല നേരം വെളുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ബർത്ത്ഡേ സെലിബ്രേഷനും സ്കോട്ട്ലൻഡ് വിശേഷങ്ങളും എല്ലാം കൂടെ കൂടിയിട്ട് അങ്ങനെ നമ്മൾ എഡിൻബറയിലെത്തി. എഡിൻബറയിലേക്ക് നമ്മൾ കയറി, ആ ടൗണിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മൾ കണ്ടത് ഒരു മലയാളീസിൻ്റെ ഒരു വണ്ടിയാണ്. ഇത് ദുബായ് രജിസ്ട്രേഷനാണ്. അപ്പോൾ അവർ ദുബായിൽ നിന്ന് UK എല്ലാം ബൈ റോഡ് കാണാൻ വന്ന ഒരു ട്രാവലേഴ്സിൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഈ കാസിൽ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്, എഡിൻബറ കാസിൽ. അപ്പോൾ അപ്പയും മോനും കൂടെയാണ് ഈ മുന്നേ നടക്കുന്നത്. നമ്മളാണെങ്കിൽ ഓൾറെഡി ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടൈം സ്ലോട്ട് അനുസരിച്ചാണ് നമ്മൾ കയറുന്നത്. ഇവിടെ അത്യാവശ്യം കുറച്ച് റഷ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ സ്കൂൾ ഹോളിഡേയ്സ് ആണ്. സ്കൂൾ ഹോളിഡേയ്സ് മാത്രമല്ല, ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു നമുക്ക് പോയപ്പോഴേക്കും. അപ്പോൾ നമുക്കിനി എഡിൻബറയിലെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മുടെ നാട്ടിലെ ചില ഫോട്ടോകളൊക്കെ ഇല്ലേ, അതുപോലെ എനിക്ക് ശരിക്കും ഫീലായേ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. തൊമ്മനെ അമ്മ എടുക്കട്ടെ. അപ്പയും മോനും ഞാൻ ഓൺ വോയിസ് ഇടും കേട്ടോ. തൊമ്മജി ഇല്ല, എനിക്ക് വീഡിയോ എടുക്കാനുണ്ട്. നിങ്ങളുടെ എടുക്ക. ഈ കാസിലിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഏകദേശം നമ്മുടെ എഡിൻബറ ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. അത്ര നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. നമുക്ക് ഒരു പ്രത്യേക ഫോട്ടോസൊക്കെ എടുക്കാം നല്ലതായിട്ട്. നമ്മൾ ഇനി കയറാൻ പോകുന്നത് ഒരു സെൻറ്റ് മാർഗരറ്റ് ചാപ്പലാണ്. ഇത് ഒത്തിരി പഴയതാണ് കേട്ടോ. കണ്ടോ,
1100 ആ വർഷം പണിതൊരു ചാപ്പലാണ് ഇത്. അപ്പം അന്ന് ഇവർ ഇതിനകത്ത് സ്കോട്ട്ലൻഡിലെ അകത്തുണ്ടായിരുന്ന പാലസ്തീനകത്തുണ്ടായിരുന്ന ആളുകളൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ഒരു പള്ളിയാണിത്. അപ്പോൾ എത്ര പഴയതാണെന്ന് നോക്കുക ഈ പള്ളി, എന്നാലും അവരത് ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത്, നമ്മളിനി കാണാൻ പോകുന്നത് ഈ എഡിൻബറ കാസലിൽ പണ്ടത്തെ കാലത്ത് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ ആയിരുന്ന കിണറാണ്. ഇതിൽ നിന്നായിരുന്നു അവർ വെള്ളം യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ റോയൽ പാലസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ആക്ച്വലി ജെയിംസ് 6 or 7 കറക്റ്റായിട്ട് അത് ജനിച്ച സ്ഥലമാണ്. അവരുടെ പാലസാണ്. ഇതിനകത്ത് ഇവരുടെ ജ്വല്ലറീസ് എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒത്തിരി അതിനകത്ത് അത്യാവശ്യം നല്ല ഒത്തിരി ജ്വല്ലറീസ് ഉണ്ട്. ഇവരുടെ പണ്ട് യൂസ് ചെയ്ത ഈ വാള് കാര്യങ്ങൾ, ഗോൾഡിലൊക്കെ എടുത്ത് വാള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആ സൈഡൊന്നും വീഡിയോ എടുക്കാൻ അലൗഡഡ് അല്ല. പിന്നെ ഇത് കണ്ടോ, ഒരുപാട് പണ്ടത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസ്, അവരുടെ രാജ്ഞിമാരുടെ ഫോട്ടോസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് ഞാൻ ഇങ്ങനെ കുറേ ബുക്കുകളൊക്കെ വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറേ അല്ലെങ്കിൽ കേട്ട ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ അവരുടെ ഫോട്ടോസ് ഇതൊക്കെ കാണുമ്പോൾ പിന്നെ അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ വായിക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ നിന്ന് വായിച്ചെടുക്കുന്ന ഒരാളാണ്. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. ഇത് എല്ലാ ദിവസവും ഒരു പ്രത്യേക ടൈമിൽ, എനിക്ക് തോന്നുന്നു 1 o'clock തോന്നുന്നു, കറക്റ്റ് എക്സാക്ട് ടൈം ഇപ്പോൾ ഓർമ്മയില്ല. ആ ടൈമിൽ ഈ പീരങ്കിയിൽ നിന്ന് ഇപ്പോഴും അവരത് എന്താ പറയുക, ആ വെടി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു സെറമണി പോലെയാണ് അവർ നടത്തുന്നത്. അപ്പോൾ നമുക്കത് അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. അത് ഞങ്ങൾക്ക് കറക്റ്റ് ആ സമയത്ത് അവിടെ കാണാൻ പറ്റി. അത് കറക്റ്റ് അത് ചെയ്യുന്നത് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര റഷായിരുന്നു. ഫ്രണ്ടിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഡ്രിങ്ക്സൊക്കെ കുറച്ച് വളരെ ഫേമസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കുറേ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. നമുക്കവർ ഇതിൻ്റെ ഇത് തരും കേട്ടോ, സാമ്പിൾസ് നമുക്ക് ഇങ്ങനെ കുടിച്ച് നോക്കാനായിട്ട് കുറച്ചായിട്ട് നമുക്ക് തരും. അത് നമ്മളൊരു വിസ്കി സ്കോച്ചിൻ്റെ ഷോപ്പിൽ കയറിയത് തൊട്ടടുത്ത് കാസലിൻ്റെ അടുത്ത്. അപ്പോൾ ചായ ഒന്ന് ട്രൈ ചെയ്യുവാണ്. ഇതൊരു മിൽക്കി, ഇത് ക്രീമി വിസ്കി അങ്ങനെ എന്ത് സംഭവമാണ്. ക്രീം അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സിനോട് താല്പര്യമില്ല. പിന്നെ ഇതിനകത്ത് കണ്ടോ പഴയ ആ ഭടന്മാരുടെ ഇതിൽ ഡ്രസ്സൊക്കെ ഇട്ട് ആൾക്കാർ നടക്കും. നമുക്ക് അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഈ പഴയ അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ചെറിയ സ്ഥലമാണ്. നമുക്ക് അവിടെ പോകുമ്പോൾ നമുക്കിങ്ങനെ കുറേ നേരം വാച്ച് ചെയ്യാൻ പറ്റും. അതും ഒരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ പഴയ സിനിമയിലൊക്കെ, ഇപ്പോൾ ബാഹുബലിയിൽ അല്ലെങ്കിൽ പഴയ കടത്തനാട്ട് മാക്കം എന്നൊക്കെ പറഞ്ഞ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു സാധനത്തിനകത്ത് ഒരു വലിയ പാറക്കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞ് ശത്രുക്കളൊക്കെ വരുമ്പം നമ്മുടെ കൊട്ടാരത്തിൽ നിന്ന് അങ്ങനെ എറിഞ്ഞ് ശത്രുക്കളെ വീഴിക്കുന്നത്, അതേ സെയിം സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ അതേ ഇതാണ് അവരുടെ, അത് പഴയ ഇതവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പയുടെ തോളത്ത് കയറിയാണ് മോൻ എപ്പോഴും നടക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കാസലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് വന്നു. ഇതാണ് ജസ്റ്റ് എഡിൻബറ ടൗൺ സെൻറ്റർ, സിറ്റി സെൻറ്റർ. ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പല എന്താ പറയുക പാട്ട് പാടും, അവരുടെ കുറേ ആക്ഷൻസും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടിരിപ്പുണ്ട്. ആൾക്കാരിനെ കണ്ട് നമ്മൾ സ്റ്റാച്ചു എന്ന് വിചാരിക്കും, പക്ഷേ ആക്ച്വലി സ്റ്റാച്ചു അല്ല, ഒരു മനുഷ്യൻ തന്നെയാണ്. ഞാൻ അതിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അറിഞ്ഞത് കണ്ടത്. പിന്നെ ഇങ്ങനെ ഇവിടെ പരമ്പരാഗതമായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ മെയിൻലി നമുക്ക് ഇത് കൊടുക്കണം, പേയ്മെൻറ്റ് കൊടുക്കണം. പേയ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇനിയിപ്പം എഡിൻബറയിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇത്രയും ചൂടത്ത് നമ്മൾ വന്ന് കഴിക്കുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ എഡിൻബറയിൽ നിന്ന് പോവുകയാണ്. ആക്ച്വലി ഞാൻ കാസലിൽ വന്നതിൻ്റെ മാത്രമേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മൊബൈലിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് കുറേ സ്ഥലങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ എഡിൻബറ സിറ്റി സെൻറ്റർ ഒന്ന് ജസ്റ്റ് കറങ്ങിയായിരുന്നു. അങ്ങനെ ഇവിടുന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു എഡിൻബറയിൽ തന്നെ ഉള്ളത്. പക്ഷേ നമ്മൾക്ക് കൂടുതൽ
കൂടുതൽ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയി. നമ്മൾ വീട്ടിലേക്കല്ല സോറി, നമ്മൾ ഇനി അടുത്ത നമ്മുടെ അക്കോമഡേഷനിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പം നമുക്കിനി അക്കോമഡേഷനിൽ ചെന്നിട്ട്, അപ്പം നമ്മളിപ്പം ഫസ്റ്റ് ഡേ നമ്മൾ പ്രീമിയർ എന്നിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീമിയർ എന്നി ചെല്ലും. പ്രീമിയർ എന്നിൽ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോവും. അപ്പോൾ ഇത് ഈ വ്ളോഗേഴ്സൊക്കെ കാണിക്കുന്ന പോലെ ഒരു പ്രോപ്പർ വ്ളോഗൊന്നും അല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കുറേ വീഡിയോസ് എടുത്ത് വെച്ച് ജസ്റ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. പ്രീമിയർ എന്നി നമ്മളിപ്പോൾ എത്തി. ഞാനിന്ന് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റിൽ ഉറക്കമാണ്. സ്റ്റോപ്പ് എത്തിച്ച് ഞാൻ അവിടെ പോയി റൂമിൻ്റെ ചാവിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് തന്നെ. നല്ല ഉറക്കം വരുന്നു. ഇനി നമുക്ക് ഇത് 2 ഡെസ്റ്റിനേഷനിലൂടെ പോകാനുണ്ട്. ഉറക്കം വരുന്നത് എല്ലായിടത്തും കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമ്മൾ റൂമിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇനി ആ 2 സ്ഥലം കൂടി കാണാൻ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്ന് കിടന്നുറങ്ങും. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടുപിടിച്ചാൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. നമുക്കിനി ബാക്കി കാഴ്ച. നമ്മൾ പ്രീമിയർ എന്നിൽ നമ്മുടെ അക്കോമഡേഷനിലെത്തി എഡിൻബറയിൽ. അവിടെ നിന്ന് ഇനി നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചെയ്യണ്ടോ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് തമ്മ ഒരു ഹായ് പറ. ഹലോ ഗൈസ് ഹലോ ഗൈസ് ഹലോ ഗൈസ് എന്ന് പറയാം ഞാൻ. അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലം ഏതാ അടുത്ത സ്ഥലം? ഒരു വീൽ. എനിക്ക് വീൽ എന്ന് പറയാൻ മാത്രമേ അറിയില്ല. എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് അറിയത്തില്ല സത്യമായിട്ടും. അപ്പം നമ്മൾ സ്കോട്ട്ലൻഡിൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവത്തിലേക്കാണ് നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പോകുന്നത്. സോ കമോൺ. അപ്പോൾ ഇതൊരു എൻജിനീയേഴ്സിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കാണുന്ന വീലിൽ നിന്ന് വരുന്ന ആ ബ്രിഡ്ജിൽ കൂടി അതിൽ കൂടി ഒരു ബോട്ട് വന്നിട്ട് ആ വീല് വഴി അത് താഴത്തേക്ക് ഇറക്കുന്നതാണ് അതിൻ്റെ സംഭവം. ഇതൊരു കനാലിൽ നിന്ന് വേറൊരു കനാലിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതാണ് മെയിനായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോഴും അതിനകത്ത് ആൾക്കാരൊക്കെ വരും. അപ്പോൾ അത് കണ്ടോ മോളിൽ നിന്ന് ഒരു കനാലിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ വീലിൻ്റെ അവിടെ വന്നിട്ട് അത് നേരെ അവർ താഴ്ത്തും എല്ലാത്തിലും. അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു. നമ്മളിവിടെ വന്നിട്ട് കറക്റ്റ് ഒരു ബോട്ട് ആ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മളതിപ്പോൾ കറക്റ്റ് അത് താത്തിക്കൊണ്ട് വന്ന് താഴെ കൊണ്ടുവന്നിട്ട് അത് പിന്നെ അടുത്ത കനാലിലേക്ക് കണക്റ്റായി പോവും. അപ്പോൾ നമുക്കിനി അതെങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ കാണാം. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കാണാം. നിങ്ങൾക്കിത് കാണുമ്പോൾ കുറച്ച് സ്പീഡായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഭയങ്കര സമയമെടുത്ത് വളരെ സ്ലോയിലാണ് ഇതിങ്ങനെ താത്തിക്കൊണ്ട് വരുന്നത്. ഞാൻ ജസ്റ്റ് വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ സ്ലോയിൽ നമുക്ക് ഏകദേശം കുറേ സമയം എടുത്താണത് ഇങ്ങനെ താത്തി ആ വീലിങ്ങനെ താത്തി കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു സൈഡ് താഴുമ്പോൾ ഈ വീലിൻ്റെ അടുത്ത സൈഡ് പൊങ്ങും. ഇതേ കണ്ടോ, ഇനി കറക്റ്റായിട്ട് അതിങ്ങനെ താഴ്ത്തി കൊണ്ടുവന്നിട്ട് അവിടെ കുറേ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ടോ. അപ്പോൾ നേരെ അത് താഴത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി ആ ബോട്ട് അടുത്ത കനാലിലേക്ക് കയറി അത് കണക്റ്റായിട്ട് പോവും. അതാണ് സംഭവം. അപ്പോൾ അതിൽ നിന്ന് ഇനി പാസഞ്ചേഴ്സ് ഇറങ്ങോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് താഴെ പോയിട്ട് അത് കുറച്ചുകൂടെ കറക്റ്റ് വ്യൂവിൽ കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അത് ആ ബോട്ട് പോകുന്നത് അപ്പുറത്തെ സൈഡിൽ പോയി കാണാൻ പറ്റുമോ എന്നറിയില്ല. പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസിൻ്റെ സൈഡ്. നമ്മൾ മറ്റു സൈഡിൽ നിന്നാണ് ഇത് കണ്ടത്. അപ്പോൾ തൊമ്മനാണെങ്കിൽ നമ്മളിന്ന് തിരിച്ചു പോകണം, നമുക്ക് കാണാൻ പറ്റില്ല ബോട്ട് പോയത്. അപ്പോൾ നമ്മൾ ഫൽക്കർവിയിൽ കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത ഒരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം കുറച്ചേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് തന്നെ എത്തും. എത്ര സ്ഥലത്തിൻ്റെ പേരെന്താ വരുന്നത്? എനിക്കങ്ങനെ കറക്റ്റ് പ്ലേസിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞ് തെറ്റി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെന്തായാലും സ്ഥലങ്ങളും. അപ്പോൾ നമുക്ക് ഈ അടുത്ത ഡെസ്റ്റിനേഷൻ 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് കിൽപിസിലേക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും സ്കോട്ട്ലൻഡിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ 2 കുതിരയുടെ വെച്ചിട്ട് ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നത്, ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലിട്ടിട്ട് ഒരു ചെറിയ കനാലിൻ്റെ സൈഡിൽ കൂടി നമ്മളിങ്ങനെ നടന്നാണ് ഈ കിൽപിസിൻ്റെ വ്യൂവിലേക്ക് നടന്ന് പോകുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തും പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പം നമ്മളിവിടെ ഒരു ഫ്രീ കാർ പാർക്കിങ്ങിൽ ഇട്ടിട്ട് മുന്നോട്ട് നടന്നു പോവാണ്. അപ്പോൾ 10 to 2 o'clock 10 AM to 2 PM വരെ
നമ്മളവിടെ പേ ചെയ്യണം. നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന കാർ പാർക്കിങ്ങിൽ 2 PM കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്ന് പോകണം. സ്ഥലത്താണ് നമ്മൾ പോകേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയുള്ളൂ. അപ്പോൾ തൊമ്മേനാണെങ്കിൽ എവിടെ പോയാലും അവൻ എവിടെന്നെങ്കിലും ഒരു കല്ല് പറക്കും. അത് ഏത് സ്ഥലത്ത് പോയാലും അവൻ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണോ അറിയത്തില്ല, എവിടെ നിന്നും ഒരു കല്ല് പറക്കി കൊണ്ടുവരും. നമ്മൾ കടയിൽ കയറാൻ നേരത്ത് ആ കല്ല് പുറത്ത് വെപ്പിച്ചു അതിൻ്റെ വഴക്കായിരുന്നു. അപ്പോൾ കിൽപ്പിസിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ പോലത്തെ 2 സാധനങ്ങളാണ് ഈ കാണുന്നത്. ജസ്റ്റ് അതിനൊരു ഷോ പോലെ കുഞ്ഞായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള സ്റ്റാച്യു. അപ്പോൾ നമുക്ക് മെയിൻ സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ട് പോകും. ഒത്തിരി എന്താ ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ ഇവിടെ. ഒരാൾക്ക് ഇവിടെ വന്നപ്പോഴേക്കും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആദ്യം ഒരു ഐസ്ക്രീമൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് കൂടുതൽ ഇവിടെ നമ്മുടെ ഏഷ്യൻസിനെയാണ് കാണാൻ പറ്റിയത് കേട്ടോ. ഇതിനെന്തോ ഒരു അർത്ഥമുണ്ട് കേട്ടോ, അതാ എല്ലാവരും കൈവൊക്കെ പിടിക്കുന്നത്, അതായത് ചുമ്മാതെയല്ല. നമ്മൾ ഈ സ്കോട്ട്ലൻഡ് മെയിനായിട്ടും ആര് പോയാലും ഫോട്ടോ എടുക്കുന്ന ഒരു പോയിന്റാണിത്. അങ്ങനെ നമ്മൾ കിൽപ്പിസും കഴിഞ്ഞ് നമ്മൾ ബാക്ക് ടു അവർ അക്കോമഡേഷൻ പോവാണ്. പിന്നെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.